ഹലോ ഗായ്സ്, ഇന്ന് ലീവായതുകൊണ്ട് മോർണിംഗ് ജിമ്മിന് വായിച്ചു. സാധാരണ നമ്മൾ വർക്കൊക്കെ കഴിഞ്ഞ് വന്ന ശേഷം ഈവനിങ്ങനെ പോകാറ്. പക്ഷേ ഇന്ന് ഈവനിങ് കുറച്ച് പരിപാടികളുണ്ട്, അതുകൊണ്ട് എത്താൻ ചാൻസ് കുറവാണ്. അതുകൊണ്ട് മോർണിംഗ് തന്നെ പോയിട്ട് വരാം ഗൈസ്. പോകണം ഗൈസ്. അങ്ങനെ ജിമ്മിലെത്തി ഗൈസ്. പക്ഷേ ട്വിസ്റ്റ് ഉണ്ട്. 7:00 എത്താറ് ഞാൻ തന്നെ ഇട്ട് പിടിക്കാം. എന്നെയും കാത്തിട്ട് നിൽക്കുന്ന നിർത്താൻ കണ്ടവർ ഞാനാണ് കാലത്ത് നേരത്തെ എണിപ്പിച്ചത്. പക്ഷേ അതിനകത്ത് നേരം വൈകി ഗൈസ്. വേറെ ഒന്നുമില്ല, മഴ കാലത്ത് മാത്രം. അങ്ങനെ നമ്മൾ ജിമ്മിൽ കാണാൻ പോകുന്നു. കുറേ കാലത്തിന് ശേഷമാണ് നമ്മൾ മോർണിംഗ് കാണുന്നത്. അപ്പോൾ അതിൻ്റെ നല്ല ഉറക്കം തോന്നുന്നുണ്ട് രണ്ടുപേരും. കാരണം മോർണിംഗ് അല്ലേ, നല്ല മഴയാണ്, നല്ല തണവാണ്. അങ്ങനെ കയറി നേരെ പോയി നമ്മൾ വാപ്പ ഷർട്ട് ചെയ്ത് നേരെ വന്ന പിന്നെ വർക്കൗട്ട് ഷർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ജസ്റ്റ് ആണ് ഫോക്കസ് ചെയ്യണം. പിന്നെ ചെയ്യുന്ന നല്ല രീതിയിൽ തിരക്കുള്ളതുകൊണ്ട് നമുക്ക് എല്ലാ വിഷ്വൽസ് നല്ല രീതിയിൽ നമുക്ക് ഫ്രീ ആയിട്ട് വർക്കൗട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. വർക്കൗട്ട് തുടങ്ങിയപ്പോൾ നമ്മൾ ഫുൾ പവർ കഴിച്ചു, വർക്ക്ഷീനൊക്കെ പോയി സെറ്റായി. അപ്പോൾ വർക്കൗട്ടെല്ലാം കഴിഞ്ഞ് നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് സെറ്റാക്കിയിട്ട് ഇറങ്ങാണ്. തിരിച്ചു വരുമ്പോൾ നല്ല മഴ കിട്ടി. ഇപ്പോൾ നേരെ വീട്ടിൽ കയറിയിട്ടുണ്ട്. നേരെ ഇപ്പോൾ വേഗം തന്നെ ഫ്രഷ് ആയിട്ട് വേഗം തന്നെ ഇറങ്ങാൻ പോവാണ്. 1/2 മണിക്കൂർ കൊണ്ട് നമ്മൾ പോയ വഴിയാണ് കഴിച്ച് കയറുന്നത്. വെള്ളം കയറി എന്തായാലും എന്തൊരു അവസ്ഥയല്ലേ. അപ്പോൾ നമ്മൾ ഇനി കാണാൻ പോകുന്നത് നമ്മുടെ ഭാഷയെ പറഞ്ഞ കുറച്ച് ആസ്തെറ്റിക് ഷോട്ട്സ് ആണ് ഗൈസ്. ക്ലൈമറ്റ് നോക്ക് പക്ഷെ മഞ്ഞല്ല ഗൈസ്, വീട്ടിൽ നിന്ന് പോവുകയാണ്. അങ്ങനെ മാമയുടെ വീട്ടിലെത്തിയിട്ടുണ്ട് ഗൈസ്. നേരെ നമ്മൾ കാടി കയറി പോവാണ്. നന്ദോനെ മിസ് ചെയ്യുന്നവർക്ക് വഴിയെ കാണാം കേട്ടോ. നന്ദൊക്കെ നമ്മൾ പോകുന്ന സ്ഥലത്തുണ്ട്. നമ്മൾ കുറച്ച് ലേറ്റ് ആയി. ക്യാമറ ഓൺ ആക്കിയപ്പോൾ തന്നെ തുടങ്ങിയിട്ടുണ്ട്. നീ തുണിയുടെ ദൈവന്റെ സ്ഥിര ആറ്റിറ്റ്യൂഡാണ് ഇപ്പോൾ കണ്ടത്. എന്തായാലും ഞാൻ തീർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫ്രണ്ടിൽ നമ്മളെ സൂപ്പർ സ്റ്റാർ സ്റ്റുഡിയോ ഇരിക്കുന്നുണ്ട്. എന്നറിയില്ല, കുട്ടീനെ പിടിച്ചൊക്കെ ഇരിക്കുന്നുണ്ട് വണ്ടിയിൽ. അടുത്ത് ഫുൾ ആമ്പലിൽ കാണുമ്പോൾ വീഡിയോ എടുക്കാൻ ആയിരത്തോണ്ട് ഗ്ലാസ് ഓർത്താണ്. പക്ഷേ ഞാൻ ഫോക്കസ് ചെയ്ത് വരുമ്പോൾ അതിൻ്റെ വഴിക്ക് പോയി. എന്താ അറിയില്ല, കുറച്ചായിട്ട് എവിടെ പരിപാടി വിതരിപ്പിച്ചാൽ ഇതാണ് അവസ്ഥ. ഫൈനലി നമ്മൾ സ്പോട്ടിൽ എത്തിയിട്ടുണ്ട് ഗൈസ്. നമ്മൾ മുന്നത്തെ വീഡിയോ പറഞ്ഞിരുന്നു ഒരു ചെറിയ വലിയ പരിപാടി ഓർമ്മയുണ്ട് ഗൈസ്. ഹോസ്പിറ്റലിൽ എന്ത് പരിപാടി നമ്മൾ ആലോചിക്കുന്നവ ഹോസ്പിറ്റലിൽ വലിയൊരു പരിപാടി വരുന്നത്. അതൊക്കെ ആദ്യം വളരാൻ പറ്റി. പക്ഷെ അതിൽ ചെറിയൊരു ട്വിസ്റ്റ് ഉണ്ട്. വളരാത്ത നമ്മളുടെ ഡേറ്റ് സംഭവിച്ചു. അപ്പോൾ അവർക്ക് വാറയുണ്ടായി. ഡേറ്റുകളാണ് അമ്മയും ഭാര്യ സേഫായിട്ട് ഇരിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ബ്ലോഗ്സൊക്കെ വെച്ച് വൈകില്ലേ, നമ്മൾ ഹോസ്പിറ്റലിലാണ് നമ്മൾ. അപ്പോൾ പരിപാടി അറിയില്ല.